പത്തനംതിട്ടയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഒരു വോട്ട്. പത്തനംതിട്ട നഗരസഭയിലെ 24-ാം വാർഡിൽ മത്സരിച്ച സോണി എന്ന് വിളിക്കുന്ന PS എബ്രഹാമിനാണ് ഈ ഒരു വോട്ട് കിട്ടിയത്. ഈ വോട്ട് ആരാണ് ചെയ്തതെന്ന് അന്വേഷിക്കുകയാണ് സോണി ഇപ്പോൾ. സ്വന്തം വോട്ട് മറ്റൊരു വാർഡിൽ ആയതിനാലാണ് തനിക്ക് വോട്ട് ചെയ്ത വ്യക്തിയെ ഇദ്ദേഹം അന്വേഷിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പില് പത്തനംതിട്ട നഗരസഭയിൽ നിന്നും ചുരുളിക്കോട് വാർഡിൽ നിന്നും മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി നമ്മൾക്കുണ്ട്. അദ്ദേഹത്തിന് ഒരു വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. എന്തായാലും സോണിയാണ്, പത്തനംതിട്ടയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. സോണി ഇപ്പം നമ്മുടെ പുഞ്ചേരിയാണ്. സോണി, ഈ ഒരു വോട്ട് എങ്ങനെ ലഭിച്ചു? ആരാണ് ചെയ്തെന്നറിയാമോ? ഒരു വോട്ട് ചെയ്ത വ്യക്തിയെ തപ്പിക്കൊണ്ടുള്ള ഒരു നമ്മൾ ഈ ദൃശ്യം സിനിമ കാണുന്ന ആ ഒരു അനുഭവം പോലെ ഈ ഇലക്ഷൻ തുടങ്ങി അന്നോട്ടുള്ള ഇന്ന് ഞാൻ റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ് ആരാണ് അതിന് സാധ്യത ഉള്ള ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രചരണമൊക്കെ എങ്ങനെയായിരുന്നു? നല്ല രീതിയിൽ നടത്തിയിരുന്നു പ്രചരണമൊക്കെ ഞാൻ തുടക്കത്തിലൊക്കെ എൻ്റെ പ്രചരണം 1-2 പേരോട് ചോദിച്ചപ്പോൾ വീടുകൾ കേന്ദ്രീകരിച്ച് അവരുമായിട്ട് ഇടപെട്ട് കൂടുതൽ സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നതാണ് മികച്ച പ്രചരണം എന്നുള്ള ഒരു വിവരമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ നാട്ടിൽ വരുത്താൻ പറ്റുന്ന വികസനങ്ങളെ കുറിച്ചൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയാണ് പ്രചരണം. മൊത്തത്തിലൊരു 10-15,000 രൂപയുടെ ബഡ്ജറ്റ് നമ്മളതിനിട്ടുള്ളൂ. ആദ്യത്തിൽ തന്നെ ഒരു 10-12 ബോർഡും കാര്യങ്ങളും പിന്നെ കുറച്ച് നമ്മൾ സ്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളൂ. അവസാന നിമിഷം ഈ നമ്മുടെ ഈ ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് ഈ സ്ലിപ്പ് എഴുതി കൊടുക്കുമല്ലോ, അതുപോലും വേണ്ടെന്ന് വെച്ചാൽ, കാരണം അതുപോലെ ഒരു തരംഗം വേണ്ടെന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് ഇത് നമുക്ക് അനുകൂലമായ ഒരു 100-300 വോട്ട് കിട്ടുന്ന ഒരു തരം കൊടുക്കും. പിന്നെ ഒരു വെറുതെ എന്തിനാ അതുകൂടെ കൊടുക്കുന്നത്? അപ്പോൾ ഒരു ദിവസം എല്ലാവരെയും ഒന്ന് കൈ കാണിച്ചങ്ങ് പോയി, അങ്ങനെയൊക്കെ പോയി. അവസാനം റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നപ്പോഴാണ് ഒരു വോട്ടെന്നുള്ള ആ ഒരു ഭീകരമായ അനുഭവം വന്ന് പതിച്ചത്. അത് ഈ ബന്ധുക്കളുടെയൊക്കെ വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർ ബന്ധുക്കളുടെ വോട്ട് ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ എതിർ സ്ഥാനാർത്ഥികൾ വീട് തോറും ബന്ധുക്കളെ പോലും വിടാതെ ഭീകരമായ രീതിയിൽ വീട് തോറും കയറി ക്യാമ്പയിൻ നടത്തി. പുള്ളി ചുമ്മാ നിൽക്കുന്നതായിരിക്കും, ഇലക്ഷന് ഒരു സീരിയസ്നെസ് ഇല്ലാതെ നിന്നതാണ് എന്നുള്ള സ്വാധീനം അവരെ ചെലുത്തി കാണും. എനിക്കറിയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല. ഈ മൊബൈൽ ഷോപ്പിന്റെ മൊബൈൽ ചിഹ്നത്തിലാണെന്നല്ലോ. മൊബൈൽ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. വ്യക്തിപരമായി അറിയാവുന്ന കടയിൽ വരുന്ന സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു 10-15 ആൾക്കാർ ആ ഭാഗങ്ങളിലുണ്ട്. എന്നെ പിന്താങ്ങിയ വ്യക്തിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളിയും ഉറപ്പ് പറയുന്നില്ല. അത് ഞാൻ പറയത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്, ആർക്കാണ് വോട്ട് ചെയ്തത് വിവരം. അപ്പം എനിക്ക് ഇതുവരെ കൺഫേം ആയിട്ടില്ല ആരാ വോട്ട് ചെയ്തതെന്നുള്ള വിവരം. അതാണ് സോണി വലിയ ആശയക്കുഴപ്പത്തിലാണ്. ആരാണ് സോണിക്ക് ഒരു വോട്ട് ചെയ്തതെന്നുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ സോണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വോട്ട് സോണിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് വ്യക്തിയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ, News 18.